ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെറിയ കാര്യം പറയാനായിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താടാ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള എങ്ങനെയായിരുന്നു യൂട്യൂബ് ചാനൽ? ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഒരു ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ പേരെന്താ? ദീപ്തി. ഇപ്പം കുഞ്ഞിനെയൊക്കെയാണ് ദത്തെടുത്തു. അത്യാവശ്യം നല്ല കേരളത്തിൽ അറിയാവുന്ന അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ. അപ്പം അവർക്ക് ഒരു റാണി പി സദാശിവൻ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി കമന്റ് ഇട്ടിട്ട് ഇപ്പൊ അതിലൊരു ചെറിയ പ്രശ്നം അതാ അതിന്റെ പ്രശ്നമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ പറയാനുള്ള എന്താണെന്ന് ഞങ്ങളൊന്ന് പറയാം. അവരിപ്പോഴും മറ്റേ VR ലെവല് അപ്പൂനെ അമ്മൂനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയാനുള്ളത് ഞങ്ങളൊന്ന് പറയാം. ആദ്യമേ ഞങ്ങളൊന്ന് പറഞ്ഞുതരാം. മോനെ ആരെങ്കിലും ഒന്ന് പിടിച്ച വാവേനെ ഇച്ചിരി നേരം ചേട്ടാ എടുത്തിരിക്കും കേട്ടാ. ഇപ്പൊ വരാം വല്യപ്പ, അല്ല അപ്പ, സോറി അപ്പ ഇപ്പൊ വരാം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഗബ്രൂട്ടൻ്റെ ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് ഈ ലേഡി വന്ന് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് 2-3 മാസം വരെയും ഈ ലേഡി നമുക്ക് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന സമയത്തും ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു ലേഡി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശേഷം ഞങ്ങൾ പറയാം എന്തുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. ഇത് വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ലേഡി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് തന്നെ 3 ഫേസ്ബുക്ക് ഉണ്ട് ഈ ലേഡിക്ക്. എല്ലാം പ്രൈവറ്റ് ആണ്, ഒന്നും പബ്ലിക് ആക്കിയിട്ടില്ല. ഫേസ്ബുക്ക് തന്നെ 3 എണ്ണം ഉണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേഡിയെ കണ്ടുപിടിച്ചു, പിന്നെ ഞങ്ങൾ അത് പബ്ലിക് ആക്കണ്ടെന്ന് വിചാരിച്ച് വിട്ടേ. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഫേസ്ബുക്ക് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് SR വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ അതിൽ റാണി പി സദാശിവൻ എന്നാണ് പേര് വരുന്നത്. പിന്നെ റാണി പി സദാശിവൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ കുക്കിങ്ങിൻ്റെ ഒക്കെ ഇടുന്നത്. അത് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ആണ്, പബ്ലിക് ആക്കിയിട്ടില്ല. മറ്റേ ചൈൽഡ് ഇതായിട്ടാണ് അവർ ഇട്ടേക്കുന്നത്. അന്നേ ഞങ്ങൾ ഇതെല്ലാം കണ്ടുപിടിച്ചതാണ്. അപ്പം ഞങ്ങൾക്ക് വന്ന കമൻറ്റ് ഞാൻ വായിക്കാം. എൻ്റെ പൊന്നു കുഞ്ഞെ, 6 മാസത്തേക്ക് കൊച്ചിനെ വെളിയിൽ കാണിക്കണ്ട. നിൻ്റെ കൊച്ചിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും സാധിക്കാറില്ല. ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയതുകൊണ്ട് അതിനകത്തായിരുന്നു കമൻറ്റുകൾ കൂടുതലും. വികലാംഗ എന്നൊക്കെ വിളിച്ചിട്ട് ഭാര്യനെ ആക്ഷേപിക്കുന്ന കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് വിറ്റ് ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ആണെങ്കിൽ എനിക്ക് ഇതായിപ്പോയി, ഡിസ്പ്ലേ പൊട്ടിയപ്പോൾ പോയി. ഇത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബിൽ നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഇട്ടേക്കുന്ന കമൻറ്റാണ് ഞാൻ വായിക്കുന്നത്. ഞങ്ങൾക്ക് കൊച്ചിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിലൊന്നും സാധിക്കാനില്ല. ഞങ്ങളൊക്കെ ആവശ്യം പോലെ കൊച്ചുങ്ങളുള്ളവരാണ്. ഉണ്ടായിരിക്കും, ഞങ്ങളുടെ കൊച്ചുങ്ങളെ കണ്ട് സമാധാനപ്പെട്ടോളാം. പിന്നെ ആ വികലാംഗ പെണ്ണിനോട് ഒന്നും നമുക്ക് ഒരു ആരാധനയും ഇല്ല. നിങ്ങളുടെ ചാനൽ പോലും അങ്ങനെ കാണാറില്ല. പിന്നെ ഏതെങ്കിലും മനുഷ്യൻ ജീവൻ രക്ഷപ്പെട്ടെ എന്ന് ഓർത്ത് നാട്ടുകാരും പ്രാർത്ഥിച്ചതായിരിക്കും. ഈ ലോകത്ത് നിനക്ക് മാത്രം ഒരു കൊച്ചു ജനിച്ചു, നിന്റെ പെണ്ണുമ്പള മാത്രം പ്രസവിച്ചു. അതിന് ഞങ്ങൾ നാട്ടുകാർ എന്തോ വേണം? ലോകത്തെങ്ങും ഒരു പെണ്ണുങ്ങൾക്കും ഗർഭം ഉണ്ടായിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. ലോകത്തെങ്ങും ഒരു കൊച്ചു ജനിച്ചിട്ടുമില്ല. അത്ഭുത ശിശു ജനിച്ചത്. ഒന്ന് പോടെ തിരക്കാവോ? ചുമ്മാ ഓരോന്നും പറഞ്ഞ് ഇറങ്ങിക്കോളും. ഇവര് സാത്താൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടല്ലോ, റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന. ഇപ്പം ഡോറയാണ് എന്നെ സത്യത്തിൽ അത് കാണിച്ചു തന്നത്. ഞാൻ നമ്മുടെ റാണി പി സദാശിവം എത്തിയിട്ടുണ്ട് ഒരു കമന്റ് കാണിക്കാന്ന് പറയും. അത് വായിച്ച് ഒരു എസ് ഈ പുള്ളിക്കാലത്തുള്ള കമന്റ് എല്ലാം എസ് ആണ് കേട്ടോ. എസ് ഇങ്ങനെ വായിച്ച് താഴ്ത്തുന്നപ്പോ ഒരു ചെറിയൊരു സംഗതി എന്താന്ന് വെച്ചാല് പുള്ളിക്കാരി ഭയങ്കര സംസ്കാരമുള്ളവളാണ്. പുള്ളിക്കാരി ഭയങ്കര അന്തസ്സായിട്ട് ജീവിക്കുന്നവളാണ്. പുള്ളിക്കാരിയുടെ വീഡിയോസ് ഒക്കെ അങ്ങ് ഭയങ്കര സ്റ്റാൻഡേർഡ്, ബാക്കിയുള്ളവരുടെ എല്ലാം അപ് സ്റ്റാൻഡേർഡ്. അതായത് ബാക്കിയുള്ളവരുടെ ഒന്നും കൊള്ളൂല്ല. പുള്ളിക്കാരിയുടെ പെരുമാറ്റം, പുള്ളിക്കാരിയുടെ വീഡിയോസ് എല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്. എൻ്റെ വീഡിയോ പോയി കണ്ടു നോക്ക്, ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് എൻ്റെത്. എനിക്കിത് കേട്ടപ്പോഴാണ് സ്ട്രൈക്ക് അടിച്ചത്. കാരണം വെച്ചാല് നമ്മളിതിന്റെ പിന്നെ പോകുന്നില്ല. ഈ അമ്പലവും പള്ളിയായിട്ട് നടക്കുന്ന വ്യക്തിയാണ് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു വട്ടം പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കിട്ടില്ല എന്ന്. അതായത് എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നവർ കമന്റ് ഇട്ടാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന്. ഇത്രയും അമ്പലവും പള്ളിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തി, ഇത്രയും സംസ്കാരമുള്ള ഒരു വ്യക്തി, ഇത്രയും അന്തസ്സായിട്ട് നടക്കുന്ന ഒരു വ്യക്തി. ഇത് ഞാൻ പറയാനുണ്ടായ റീസൺ, ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ ഇവരുടെ ഈ കമന്റ് ആണ്. ആ സാത്താൻ എന്ന് പറഞ്ഞ വ്ളോഗർക്ക് പോയിട്ടേക്കുന്ന ആ ഒരു കമന്റ് ആണ് ഞാൻ ഇത് ഈ വീഡിയോ ചെയ്യാൻ എന്നെ സത്യം പറഞ്ഞാൽ പ്രേരിപ്പിച്ചാണ്. ദീപ്തിയുടെ
ദീപ്തിയുടെ വീഡിയോ ഒക്കെയാ പറഞ്ഞേക്കുന്നത്. നമ്മുടെ അല്ല, ദീപ്തി എന്ന് പറയുന്ന അവരായിട്ട് നടക്കുന്ന പ്രശ്നത്തിന് അവരോട് അല്ല റിയാക്ഷൻ, അവരെ വീഡിയോ കുറിച്ച് റിയാക്ഷൻ ചെയ്ത ആ സാധാരണ എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡിയയിൽ പോയിട്ടാണ് ദീപ്തിയോട് പറയുവാണ് എന്റെ വീഡിയോസ് കാണണം, എന്റെ വീഡിയോസ് ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, പുള്ളിക്കാരിയുടെ സ്റ്റാൻഡേർഡ് ആണ് നാട്ടുകാരെ കുറിച്ച്. അതായത് ഞാൻ ഇവരുടെ കമന്റുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത്യാവശ്യം നമുക്ക് വായിക്കാൻ പറ്റുന്ന കമന്റുകളല്ല, കാരണം ഭയങ്കര സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് കൂടിയിട്ടേ, അതായത് നിലവാരം ഭയങ്കരമായിട്ട് കൂടിയിട്ട് നമുക്കത് വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന കമന്റുകളാണ്. ഞാൻ കുറച്ച് വായിച്ച് കേൾപ്പിക്കാമെങ്കിലും നിങ്ങളെ. അപ്പം ഇത് നമുക്കിട്ടേക്കുന്ന ആദ്യത്തെ ഇനി അടുത്തത് വായിക്കാം. ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ടി പ്രസവിക്കുന്നത്. എന്തോ പെണ്ണുമ്പള മാത്രമല്ല പ്രസവിച്ചിട്ടുള്ളത്, ലോകത്ത് ഏത് പെണ്ണുങ്ങൾ പ്രസവിച്ചാലും ശരി തന്നെ സ്വന്തം, അതായത് ഇപ്പം നമ്മുടെ അയലത്തൊരു പെണ്ണ് പ്രസവിച്ചാലും ശരി നമുക്ക് അത്രയും ടെൻഷനും വിഷമം കാണത്തില്ല. പക്ഷെ സ്വന്തം ഭാര്യ പ്രസവിക്കാൻ പോലെ സ്വന്തം വീട്ടിലെ പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള എല്ലാവർക്കും ടെൻഷനും വിഷമവും സങ്കടമൊക്കെ ഉണ്ടാവും. അത് കുടുംബത്തിൽ പിറന്നവർക്കും മനുഷ്യത്വമുള്ളവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പ്രസവിച്ചിട്ടുള്ള അവൻ്റെ ഒരു കാലത്ത് മുതുകൂത്ത് മര്യാദയ്ക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കാര്യം മനസ്സിലാവും എന്താണെന്ന്. എന്തോ കോലം കെട്ടാണോ ഗർഭം ഉണ്ടായെങ്കിൽ പ്രസവിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും. അത് ഡോക്ടർമാർ ചെയ്തോളും. ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ടെൻഷനും ഒന്നും ഇല്ലായിരുന്നല്ലോ. ചേച്ചി എൻ്റെ ഇല്ലായിരുന്നു. ചില നീളക്കുറവുണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും പ്രശ്നമില്ലല്ലോ. ഒരു പൊന്നര ഭർത്താവ് നാണമില്ലല്ലോടാ ഇങ്ങനെ കോലം കെട്ട. എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനും എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നതും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഞാൻ എന്തിനാ നാണിക്കുന്നത്? ഞാനാണെങ്കിൽ എവിടെയോ കിടക്കുന്നത് നിങ്ങൾക്ക് വന്നാണ് ചെയ്തു തരുന്നത്, അല്ലല്ലോ. പിന്നെ അടുത്ത കമൻറ്റ് വായിക്കാവേ. പല യൂട്യൂബ് ചാനൽ നടത്തുന്നവരുണ്ട്, അവരുടെയൊക്കെ ഭാര്യമാർ ഗർഭിണികളാവുകയും പെൺകുട്ടികൾ ആണെങ്കിൽ അവർക്ക് ഭർത്താക്കന്മാരിൽ നിന്ന് ഗർഭം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടികളെ കാണിക്കും. അല്ലാതെ ആരും ഇങ്ങനെ വന്ന് കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല, നാട്ടുകാർ കാണണം എന്ന് പറഞ്ഞ് ഭാര്യ ഏതാണ്ട് വലിയ ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചം അടിക്കുന്നവർ ആരുമില്ല. ഇത് ഈ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നം വന്നിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റ് പെട്ടെന്ന് ലോസ് ആയിരുന്നു. ഇപ്പോൾ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത രീതിയിലായിരുന്നു കുഞ്ഞ് ഇരുന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുഞ്ഞിനെ ആണെങ്കിൽ പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മളിതാണെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് നോർമലായി, കുഞ്ഞൊന്ന് ഓക്കെ ആയെന്ന് ഞങ്ങൾക്ക് തോന്നിയതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞിനെ പുറത്ത് എല്ലാവരെയും കാണിച്ച്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോലും ഒരാളെയും കാണിച്ചില്ല. ഒരു മാസത്തോളം നമ്മളാണെങ്കിൽ കുഞ്ഞിനെ ഒരു റൂമിൽ തന്നെ ഇരുത്തി, ഡോറേനെയും കുഞ്ഞിനെ ഒരു റൂമിൽ തന്നെ ഇരുത്തി. അതായത് ആ സമയത്ത് ഡോറ ഇടിക്കില്ല. അപ്പം ഒരാളെയും നമ്മൾ കാണിച്ചിട്ടില്ല ആ സമയത്ത്, കാരണം കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പിന്നെ കുഞ്ഞിനെ അധികം ആരും ഇടിക്കുകയും വെക്കുകയും ഈ പനി അങ്ങനെയുള്ള ആൾക്കാരൊന്നും ചെല്ലാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ, ഭയങ്കര ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി. കാരണം ആ സമയത്ത് മോന് ബ്ലഡൊക്കെ മിക്സ് ആവുന്നുണ്ടായിരുന്നു മോന് ആ സമയത്ത്. അതുപോലെ തന്നെ ശ്വാസം മുട്ടുണ്ടായിരുന്നു മോന്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ കാണിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷനില്ല, കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞിനെ കാണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് ഇട്ട കമൻറ്റാണിത്. പിന്നെ എല്ലാവരുടെയും ഭാര്യമാർ പ്രസവിക്കുന്ന സമയത്ത് അവർ ഒളിമ്പിക്സ് മാത്രമല്ല മറ്റെന്തെല്ലാം മത്സരങ്ങളുണ്ട്, ആ മത്സരത്തിലെല്ലാം വിന്നറായിട്ട് വന്ന രീതിയിലായിരിക്കും നമ്മുടെ പെരുമാറ്റം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം അതൊക്കെ ആണെങ്കിൽ മനുഷ്യത്തുള്ളവർക്കും അതുപോലെ തന്നെ ഭാര്യമാരെ സ്നേഹിക്കുന്നവർക്കും മനസ്സിലാവുന്നത്. ചേച്ചിയുടെ ഹസ്ബൻഡ് ചിലപ്പോൾ ചേച്ചി സ്നേഹിച്ചിട്ടില്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം മോശപ്പെട്ടവരാണ്, ചേച്ചി ഭയങ്കര കുടുംബത്ത് പറഞ്ഞതാണ്, ചേച്ചിയുടെ കുടുംബത്ത് പറഞ്ഞ സംസ്കാരമാണ് ചേച്ചി ഇപ്പോൾ നാട്ടിലുള്ള സ്ത്രീകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തായാലും ചേച്ചിയുടെ അച്ഛനും അമ്മയുടെയും കയ്യിൽ നിന്ന് വന്ന ഒരു പെഴുപ്പുകളായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് പൊങ്ങച്ചം നടക്കുന്നവരാരുമില്ല. വികലാംഗയായ ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായി, ലോകാത്ഭുതങ്ങളിൽ ഒന്നുമല്ലാതെ. എന്തായാലും നിൻ്റെ ഭാര്യയുടെയും സൗന്ദര്യമേ കുട്ടിക്കും കിട്ടാൻ വകയുള്ളൂ. പിന്നെ അല്ലാണ്ട് നാട്ടിൽ കണ്ടവരുടെ കുഞ്ഞിൻ്റെ എൻ്റെ അയലത്തുള്ള ആരുടെയെങ്കിലും സൗന്ദര്യമാണ് എൻ്റെ കുഞ്ഞിന് കിട്ടുക, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലാണ് കിട്ടുന്നത്. ഇതാണ് സംസ്കാരം കേട്ടോ, ഇതാണ് നല്ല വിവരം. നല്ല വിവരം. പിന്നെ നീ കിടന്ന് ചാടേണ്ട ഒരു ആവശ്യമില്ല, നിൻ്റെ ഭാര്യ വികലാംഗയാണെന്ന് പറഞ്ഞത് വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല. അതായത് ഇവർ
വികലാംഗയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഞാൻ ഇങ്ങനെ കമൻറ്റ് ഇട്ടായിരുന്നു. ഒരു വികലാംഗ, ഇത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗപരിമിതയായിട്ടുള്ള ആൾക്കാരെ വികലാംഗർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. വികലാംഗർ എന്നൊരു വാക്ക് അവരുടെ അടുത്ത് ഉപയോഗിക്കാൻ പോലും പാടില്ലെന്ന് നമുക്കിപ്പം ഇന്ത്യൻ നിയമമുണ്ട്. അപ്പം ഞാനത് അവരോട് പറഞ്ഞായിരുന്നു. അതിനാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഈ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്. അത് ആവശ്യമില്ല, നിന്റെ ഭാര്യ വികലാംഗയാണെന്ന് പറഞ്ഞത് വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല. ഏതൊരു ചാനൽ ഇങ്ങനെ വികലാംഗയായ പെൺകുട്ടി കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ കുടുംബക്കാർക്ക് പ്രശ്നമില്ലെങ്കിൽ നിനക്ക് പ്രശ്നമില്ലെങ്കിൽ നിനക്ക് ദൈവം വിധിച്ചത് ഒരു വികലാംഗ പെണ്ണിനെയാണെന്ന് കരുതി. നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാം ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് വരുന്നതായിരിക്കും, അതല്ലെങ്കിൽ നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന വിനയായിരിക്കും. അപ്പോൾ ചേച്ചി ഇപ്പോഴും ഇങ്ങനെ നടക്കാൻ കഴിയുന്നതും ചേച്ചി എഴുന്നേറ്റ് നിൽക്കുന്നതും ചേച്ചിക്ക് നട്ടലിന് ഒരു പ്രശ്നം വരാതിരിക്കുന്നതും എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതിരിക്കുകയാണ്. അപ്പൊ ഇനി ഞാനാണെങ്കിൽ ആ കമന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാവേ. ഇവര് ദീപ്തിക്ക് അല്ല ആ സാത്താൻ എന്ന് പറഞ്ഞിട്ടേക്കുന്ന ഐഡിയയിൽ ഇട്ടേക്കുന്ന കമന്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യാതിരുന്നേക്കാം, പക്ഷേ ഇവരാണെങ്കിൽ നമ്മളത് അന്ന് എന്താ പറയുന്നത് റിയാക്ട് ചെയ്യാതിരുന്നത് കൊണ്ട് ഇവരിപ്പോൾ നാട്ടിൽ കണ്ടവർക്കെല്ലാം ഇമാതിരി കമന്റ്, ഇവർ ഇഷ്ടംപോലെ കമന്റ് ഇട്ടിട്ടുണ്ട്. പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ്സ് ഇടും, അത് മാത്രം വെച്ചുകൊണ്ട് പിന്നെ വീഡിയോസ് ഇടാൻ പാടില്ല എന്ന് ഇവരിട്ടേക്കുന്ന ചെറിയ ചില കമന്റുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ. ഇത് മറ്റേ ഹാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ അതിനിട്ടേക്കുന്ന ഒരു ഇതാണ്. അവൾ കണ്ട ആണുങ്ങളെല്ലാം കൂടെ കിടന്ന് വല്ല ഗർഭവും ഉണ്ടായത് കൊണ്ട് ആയിരിക്കും അവൻ്റെ തലയിൽ വെച്ച് കിടക്കുന്നത്. ഈ ഡാഷുകളുടെ ഒക്കെ കാര്യം പറയാൻ നാണമില്ലേ, ഉണ്ടായെങ്കിൽ ഈ വിഷയം വിടുക. ഇമാതിരി കമന്റുകളാണ് ഈ റാണി പി സദാശിവന്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ ഇനിയും വായിച്ചു കേൾപ്പിക്കാം, കുറെ ഉണ്ട്, തീരത്തില്ല. എന്താ 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 പിടിച്ചില്ല എന്തായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പിടിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ വീണേന്ന്. ഇത് ഞങ്ങളുടെ ആണെങ്കിൽ ഇന്റർവ്യൂ വീഡിയോയ്ക്ക് വന്ന് നിൽക്കുന്ന കമന്റ് ആണേ. എന്തായാലും ഈ 1000 പല്ലിയെ കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ തേക്കത്തില്ലായിരിക്കും, ഒരുമാതിരിപ്പെട്ട ആണുങ്ങളൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ, തേങ്ങത്തില്ലായിരിക്കും ഇവള്. അതായത് നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് 2-3 തേപ്പ് കിട്ടിയിട്ടുണ്ട് മുൻപ്. അതെൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വീട്ടിൽ അത്യാവശ്യം എൻ്റെ അമ്മയ്ക്ക് അറിയാം. കാരണം എൻ്റെ അമ്മയാണെങ്കിൽ എനിക്കൊരു സുഹൃത്തിനെ പോലെ ആയിരുന്നു. ഞാൻ എൻ്റെ അമ്മയും തമ്മിൽ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ എന്ത് കാര്യം ഉണ്ടായാലും ഞാൻ ഓടി വന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു. ഏകദേശം കല്യാണത്തിന് മുൻപെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് ഷെയർ ചെയ്യുന്നത്. ഈവൻ ഡോറയുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് എന്നോട് അമ്മ പറഞ്ഞ സമയത്ത് ഞാനാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഡോറ എടുത്ത് ചോദിച്ചു, എടി അമ്മയ്ക്ക് ഇങ്ങനെ താല്പര്യമുണ്ട്, എനിക്ക് താല്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അതായത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എനിക്ക് ഉണ്ടായിരുന്ന ലൈനെക്കുറിച്ചും എല്ലാം അമ്മയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്നതാണ്. നമ്മുടെ ഗബ്രൂട്ടിന് ഇപ്പോൾ പഴയ സ്വഭാവമൊന്നുമില്ല, സ്വഭാവമൊക്കെ മതി. മോനെ പല്ലെടുത്തിട്ടിരിക്കും, അടിക്കല്ലേ. യോ എന്താ ചെയ്യാനാണ്. മെനിഞ്ഞാന്ന് അത് മെനിഞ്ഞാന്ന് വൈകിട്ട് ലാണ്ട നമ്മളൊരു വലിയ വ്ലോഗ് ചെയ്തോണ്ടിരിക്കുക. ഗബ്രൂട്ടിനെ ഒന്ന് സഹകരിക്കണം നമ്മുടെ കൂടെ. ഗബ്രൂ പ്രിൻസെ ഒന്ന് പിടിച്ച മോനെ, ഒന്ന് പിടിച്ചടാ. അമ്മ എൻ്റെ കവള് തുളക്കെടുത്ത്. അപ്പം അതൊന്ന് ഭയങ്കര സംസ്കാരമുള്ള ഒരു സ്ത്രീയുടെ കമന്റ് ആണ് ഇത്. ഭയങ്കര വലിയ സംസ്കാരമാണ്. പിന്നെ എന്തിയേ ബാക്കിയുള്ളതൊക്കെ ഇനി ആ ഹാസിന്റെ തന്നെ വേറൊരു വീഡിയോക്ക് വന്നിരിക്കുന്നത്. ഇതുങ്ങളെല്ലാം നടക്കുന്ന ഡാഷുകളാണ്. പിന്നെ ഇവിടെ ഒന്നും പുറകെ പോകാതിരിക്കുന്നത് നല്ലത്. അതായത് സംസ്കാരം കൂടിയിട്ട് വായിക്കുന്നവർക്ക് ആ കമന്റ് വായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാത്തിനകത്തും പറയുന്ന സ്ത്രീകളെ അങ്ങ് ഭയങ്കര താഴ്ത്തിക്കെട്ടി പറയുന്നത്. ഈ പെണ്ണ് പറഞ്ഞത് അടുത്തൊരു കമന്റാണ്. ഈ പെണ്ണ് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ആദ്യമേ തോന്നി. അവൾ കണ്ട ആണുങ്ങളുടെ കൂടെ നടന്നതിന് അടി കിട്ടിയത്
അതിപ്പോൾ തിരുത്തി പറഞ്ഞു. അവൻ്റെ കൂടെ എങ്ങനെയെല്ലാം കൂടെ അവൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ അവൾ നോക്കുന്നത്. അവിടെ തന്ത ഒരു ലോക കള്ളനാ. ഇനിയിപ്പോൾ ചെറുക്കനെ വിളിച്ചുകൊണ്ട് വന്ന് അവളെ വീട്ടിലെങ്ങാനും താമസിപ്പിക്കാനായിരിക്കും വേല. അതായത് എന്താ പറയുന്നത്, ഏതൊരു സ്ത്രീയാണെങ്കിൽ പോലും അത്യാവശ്യം വേറൊരു രീതിയിൽ നടക്കുന്നൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഓരോ കമൻറ്റുകളും ഇടുന്നത്. അതായത് എന്താ പറയുക, എല്ലാ സ്ത്രീകളെയും അവർ കാണുന്നത്, അവരുടെ കണ്ണിൽ കാണുന്നത് അങ്ങനെ നടക്കുന്ന സ്ത്രീകളായിട്ടാണ്. ഇങ്ങനെ പറഞ്ഞാണ് എല്ലാ കമൻറ്റും ഇടുന്നത്. അതായത് സ്ത്രീകളെല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഡി കമൻ്റ് ഇടുന്നത്. അപ്പം ഇവരുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ അറിയാലോ. നമ്മൾ ആരെയും കുറ്റം പറയാൻ നടക്കുന്നവരല്ല, നമ്മൾ എല്ലാം തികഞ്ഞവരൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങനെ കുറ്റം പറയാൻ നടക്കത്തുമില്ല. പക്ഷേ ഇമാതിരിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറ്റം പറയുന്നതായിരിക്കും നല്ലത്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇവരുടെ വീഡിയോസെല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആണെന്ന്. വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവരുടെ വീഡിയോസ് എന്താണെന്നുള്ളത്. ഇനി ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് ഇൻസ്പയർ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണെന്ന്, ഒരു കമൻറ്റ് കണ്ടിട്ടാണ് എനിക്ക് ചെയ്യാൻ തോന്നിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആ കമൻറ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇവർക്ക് സത്യമായിട്ട് എന്തോ മാനസിക പ്രശ്നമുള്ള കേട്ടോ, നന്നായിട്ട് മാനസിക പ്രശ്നമുണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. അടുത്ത് ഞാൻ വായിക്കാം. ആ സാത്താൻ വന്നേക്കുന്ന കമൻറ്റ് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ചെയ്യാൻ തോന്നിയത്. ഇന്നും അവൾ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് ഗർഭമുണ്ടെന്ന്. വയസ്സാം കാലത്ത് എനിക്ക് എന്തോ അടി ഉണ്ടായത് നീയല്ലേ കാമുകൻ്റെ കൂടെ പുറക്കുന്നത്, നിനക്കല്ലേ ഉണ്ടാകുന്നത്, ആണുങ്ങളുടെ കൂടെ കിടക്കാതെ കഴിയുന്ന എനിക്കെന്തോ ഉണ്ടാകാനടി കൊച്ചെ. ഈ ചേച്ചിയുടെ ഏറ്റവും വലിയ ഡിപ്രഷൻ എന്ന് വെച്ചാൽ അതാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ ഈ സാധനം അവർക്കില്ല, അതുകൊണ്ടാണ് ഇവർക്ക് ഏറ്റവും വലിയ ഇവരുടെ ഡിപ്രഷൻ. കാരണം എന്താ പറയുന്നത്, സന്തോഷത്തോടെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ അല്ലെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെല്ലാം വേറെ രീതിയിൽ നടക്കുകയാണെന്ന് ഇവർ പറയുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇവർ ഈ ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് കിട്ടുന്നില്ല. അത് ആ കമൻറ്റിൽ തന്നെ ഉണ്ട്, അവർ പറയുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. കാരണം വെച്ചാൽ ഇവർ ഈ സ്ത്രീകളെക്കുറിച്ച് പറയുന്നതെല്ലാം ഇമാതിരി വർത്തമാനങ്ങളാണ്. ലോകത്ത് ആരാണ് ഒരു സ്ത്രീയെക്കുറിച്ച് പബ്ലിക്കായിട്ട് വന്ന് ഇമാതിരി വൃത്തികേടുകൾ പറയുന്നത്, ഡോറെക്കുറിച്ച് വരെ പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഉണ്ടാകാനായിട്ട് കൊച്ചെ. ഞാൻ അമ്പലങ്ങളിലും പള്ളികളിലുമായി ജീവിക്കുന്നവളാണ്. ഈ അമ്പലങ്ങളിലും പള്ളികളിലുമായി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈശ്വരവിശ്വാസിയാണ് ഞാൻ പള്ളിയിലൊന്നും അങ്ങനെ പോകാറില്ല. എൻ്റെ വീട്ടിലിരുന്നാണ് കൂടുതലും പ്രെയർ ചെയ്യുന്നത്. മിക്ക ഞായറാഴ്ചയും പള്ളി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുടുംബസമേതം പള്ളി പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പം എനിക്ക് സാഹചര്യം കൊണ്ട് പള്ളി പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ഈശ്വരവിശ്വാസം ഇല്ലാന്നല്ല. എൻ്റെ വീട്ടിൽ ഞാൻ പ്രെയറും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെയും മേക്കത്ത് കയറാനോ അല്ലെങ്കിൽ ഞാൻ ആരെയും പോയി അനാവശ്യം പറയാനോ നടക്കുന്നില്ല. നമ്മൾ ഈശ്വരവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. നമുക്ക് എത്ര ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിലും ആ കിട്ടിയ പുണ്യം അവിടെ തീർന്നു. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും ശരി തന്നെ ഒരാളെക്കുറിച്ച് അവരിങ്ങോട്ട് വന്ന് മോശം പറഞ്ഞാൽ പോലും തിരിച്ച് പറയാൻ പാടില്ലെന്നാണ് ഒരു വിശ്വാസിയെ പഠിപ്പിക്കുന്ന സത്യം. അത് ഇവർക്ക് ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഇവർ നടന്നിട്ട് ഇവർക്കിത് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് എന്ത് വിശ്വാസം ഉണ്ടെന്നാ എന്തുവായിരുന്നു ഇവിടം വരെ വായിച്ച പള്ളികളിൽ ജീവിക്കുന്നതാണ്. പിന്നെ എനിക്കൊരു കൊച്ചിനെ ഉണ്ടാക്കണമെങ്കിൽ അതിന് ആളുണ്ട്. എനിക്ക് കണ്ട ആണുങ്ങളെ വിളിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. ഇവർ തന്നെ പറയുന്നു അവർക്കാണെങ്കിൽ അതിന് ആളില്ലാന്നും പറയുന്നുണ്ട്. ഇവർ തന്നെ പറയുന്ന ആളുണ്ടെന്നും പറയുന്നു. ഏത് വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഏത് അവസ്ഥയിലാണ് ആളുകൾ ഉള്ളതെന്നുള്ളത് മനസ്സിലാവത്തില്ല. എനിക്ക് നേരെ ചൊവ്വ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ഈ നേരെ ചൊവ്വ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത വ്യക്തിയാണ് എൻ്റെ ഭാര്യയെ വിളിക്കലാങ്കേന്ന് വിളിച്ചതും എൻ്റെ ഭാര്യയുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചത്. ഈ നേരെ ചൊവ്വ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വ്യക്തിയാണ് ഞാൻ. ഇനി വയസ്സാം കാലത്ത് ഉണ്ടാക്കാൻ നിനക്കെന്താ? ഇനി ഉറപ്പാണ് എനിക്ക് അറിയാൻ സംസ്കാരത്തോടെ മാന്യമായി എല്ലാവരോടും ഇടപെടുന്നവളാണ് ഞാൻ. ഈ സംസ്കാരമുള്ള സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് നേരത്തെ നമ്മൾ അത് പോട്ടെ വായിച്ച് ഞാൻ കേൾപ്പിച്ചത്. മാന്യമായല്ലാണ്. പക്ഷേ നിന്നോട് ഇച്ചിരി കൂടിയ പ്രതികരണം ഞാൻ നടത്തി. പ്രിൻസി ആ ദീപ്തി എന്ന് പറയുന്ന ആ ലേഡിയോട് മാത്രമല്ല എല്ലാവരോടും കൂടിയ പ്രതികരണമാണ് ചേച്ചി നടത്തുന്നത്. പിന്നെ വിരോധം കൊണ്ടല്ല, അമലിന്റെ കേട്ടുകൊണ്ട് നീ തെമ്മാടിത്തരം ചെയ്യുന്നുണ്ട്. ഈ അമലാരാ? ഓക്കെ. ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ആരെങ്കിലും തിരിക്കി നടക്കുമോ? തീർച്ചയായിട്ടും ഇമാതിരി തന്തയിലാത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും തിരക്കി നടക്കും. കാരണം വെച്ചാൽ ഒരു സ്ത്രീ മോശപ്പെട്ട രീതിയിൽ നടന്നിട്ടാണ് അവൾക്കൊരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെയാണ് ഇപ്പം ദത്തെടുത്തെന്നും പറഞ്ഞ് കാണിക്കുന്നത്. പോട്ടെ, അവരുടെ കുഞ്ഞല്ലയോ അത്. അവരിപ്പോൾ അവരുടെ കുഞ്ഞായിട്ടല്ലേ അവർ വളർത്തുന്നത്. ഓക്കെ, അപ്പം ആ കുഞ്ഞിനെ അവർ വളർത്തുന്നുണ്ട്, ആ കുഞ്ഞിനെ അവർ നോക്കുന്നു. ആ കുഞ്ഞാണെങ്കിൽ അവർ വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുമ്പം ഭയങ്കര വലിയ സംസ്കാരവും ഭയങ്കര വലിയ മാന്യത നിറഞ്ഞ ഒരു സ്ത്രീ പറയുന്ന വാക്കുകളാണല്ലോ.
പിന്നെ അങ്ങനെ വാക്കുകൾ പറയുമ്പോഴത്തേക്ക് നമ്മളെന്താ അതിനെതിരെ തിരക്കി ഇറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും. ചിലപ്പോൾ ഇവർക്ക് പറ്റുമായിരിക്കും. കാരണം എന്താ പറയുക, ഇവർ ആ രീതി നടക്കുന്നുണ്ടായിരിക്കും ഇവർക്കത് പറ്റുന്നത്. ഞാനങ്ങനെ നടക്കുന്നില്ലേ, അതുകൊണ്ടാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നടക്കാത്ത സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കുടുംബത്ത് പിറന്ന ആത്മാഭിമാനമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്ന ഒരമ്മയ്ക്ക് ഒരച്ഛനിലുണ്ടായ ഏതൊരു വ്യക്തിക്കും ദേഷ്യം ഉണ്ടാവും, തിരക്കി ഇറങ്ങും. അത് എന്താ പറയുന്നത്, നട്ടലിൻ്റെ കഴിവാണ്. എന്നുവെച്ചാൽ ഉണ്ടാക്കിയവരുടെ നട്ടലിൻ്റെ കഴിവാണ് അത്. ബോധമുള്ളവർ ചിന്തിക്കുക, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പദ്ധതികൾ. ഇനിയും അമലും അവളും കൂടെ എന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആളുകളോട് പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. എന്തായാലും ഇനി എന്നെ വെച്ച് ചാനലിൽ വളർത്തില്ല. ഞാൻ മറ്റുള്ള എല്ലാ ചാനലുകൾക്കും കമൻ്റ് ഇടും, ഇവൾക്ക് മാത്രം കൊടുക്കില്ല. എൻ്റെ കമൻറ്റ് വെച്ച് അങ്ങനെ നീ ചോദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചേച്ചി കമൻ്റ് ഇട്ടിട്ട് എത്ര ചാനലാണ് രക്ഷപ്പെട്ടത്. ഇവിടെ പ്രിൻസിന് വരെ ചിരി വരുന്നു. ഈ ചേച്ചിക്ക് ചാനൽ കമൻ്റ് ഇട്ടിട്ട് എൻ്റെ ദൈവമേ, ലോകത്തുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും ഈ ചേച്ചി പോയി ഒന്ന് കമൻ്റ് ഇട്ടെങ്കിൽ എല്ലാ ചാനലിലും ഒന്ന് രക്ഷപ്പെട്ടേനെ ദൈവമേ. കമൻ്റ് ഇട്ടാൽ ഇവൾക്ക് മാത്രം കൊടുക്കില്ല. എന്തൊരു മനസ്സാണെന്ന് ആലോചിച്ച് നോക്കി. ആ ചേച്ചിയുടെ ആ കമൻറ്റിൻ്റെ പവറേ. സൂഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ എല്ലാവരും എൻ്റെ കമൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. പിന്നെ കമൻ്റ് ഇട്ട് ഫേമസ് ആയ ഒരു വ്യക്തിയാണ് ലോകത്തിൽ ആദ്യമായിട്ട്. കമൻ്റ് ഇട്ട് ഫേമസ് ആയ ഒരു വ്യക്തിയാണിത്. ബാക്കി എല്ലാവരും വീഡിയോ ചെയ്തും ആക്ടിങ് ചെയ്തും പിന്നെ ഡെയിലി വ്ളോഗ് ചെയ്തും കമന്റ് ഇട്ട്, അതായത് ഈ ചേച്ചിക്ക് പ്രത്യേക അവാർഡ് കൊടുക്കണം. കമന്റ് ഇട്ട് ഫേമസ് ആയതിന് ഈ ചേച്ചിക്ക് പ്രത്യേക അവാർഡ് കൊടുക്കണം. പക്ഷേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ സ്റ്റാൻഡേർഡ് ഇതാണ് എന്നെ ചോദിപ്പിച്ചത്. സ്റ്റാൻഡേർഡ് ചെയ്യുന്ന വീഡിയോയുടെ സാമൂഹിക പ്രസക്തി. ഇന്ന് ഞങ്ങളിവിടെയാണെങ്കിൽ ചൂടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങളിവിടെ ആണെങ്കിൽ മോരുകറിയാണ് വെക്കാൻ പോകുന്നത്. തക്കാളി കറി വെക്കാൻ പോകുന്നു. സാമൂഹിക പ്രതിബദ്ധത ഉള്ള വീഡിയോ ആണിത്. ഓക്കെ, കുക്കിംഗ് വീഡിയോസ് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും. നമ്മളും കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്താ പറയുന്നത്, ഞാൻ ഉള്ളത് പറയാം. ഞാൻ കുക്കിംഗ് സത്യം പറഞ്ഞാൽ നോക്കി പഠിക്കുന്നത് യൂട്യൂബിൽ നിന്നാണ്. ഡോറയ്ക്കാൻ അറിയില്ലേ, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നാളും യൂട്യൂബിൽ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് ഇതെന്ന്. എന്തിനാണ് അത് ബജിയും ചട്നിയും അല്ലേ ഉണ്ടാക്കിയത്. ബജി സൂപ്പ് കറി കടയിൽ ഞങ്ങൾ സൂപ്പ് കറി തേടിന്റെ അല്ലേ വെക്കുന്നത്. പിന്നെ ഇറച്ചിയുടെ വെക്കും. ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഇനി അതും കൂടെ കൊണ്ടുവരുന്നില്ല വെറുതെ. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്നാള് ഞാനാണെങ്കിൽ പാലക് പനീറിന്റെ കറി വെച്ചു. ബട്ടർ അല്ല ഇന്ന് ചേർത്തത്, പനീർ സാധാ. അത് ഞാൻ ചെയ്ത് നോക്കി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. അപ്പൊ യൂട്യൂബിൽ ഞാൻ ഒരുപാട് വീഡിയോസ് നോക്കി പഠിച്ചിട്ട് കറികളൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. എന്തായിരുന്നു മറ്റേ മോമോസ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് അരിപ്പൊടി വെച്ചിട്ട് ഞാൻ മോമോസ് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ഡോറയുടെ ഫേസ് ഞാൻ കാണിക്കത്തില്ല അതിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. അപ്പം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഈ കുക്കിംഗ് വീഡിയോസിൽ നിന്ന്. പക്ഷേ ഈ ചേച്ചി ഈ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റി, ഈ ചേച്ചി പറയുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഒന്നും ആ ചേച്ചിയുടെ വീഡിയോയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കമന്റിന് വേണ്ടി ആഗ്രഹിക്കുന്നു. സാമൂഹ്യ പ്രസക്തി ചെയ്യുന്ന വീഡിയോ, മാന്യമായ പെരുമാറ്റം. ഈ മാന്യമായ പെരുമാറ്റം കൊണ്ടാണ് ഈ നാട്ടുകാരെല്ലാം ഇപ്പോൾ എയറിൽ നിർത്തിക്കുന്ന ചേച്ചിയെ. ഇത്രയും വെച്ചിട്ടാണ് ഒരാൾ പോസിറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റും കൊടുക്കുന്നത്. ചേച്ചി ധൈര്യം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കമന്റ് ബോക്സ് ഓൺ ആക്കി ഇടുക. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും ചേച്ചിയുടെ വീഡിയോ സ്റ്റാൻഡേർഡ് ഉള്ളതാണോ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണോ, നെഗറ്റീവ് കമന്റ് ഇടാൻ പറ്റിയതാണോ പോസിറ്റീവ് കമന്റ് ഇടാൻ പറ്റിയതാണോ എന്ന് ചേച്ചിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ആദ്യം ഓൺ ആക്കി വെക്കും. എന്നിട്ട് ചേച്ചി ഇത് പറയണം. അല്ലാണ്ട് കമന്റ് ബോക്സ് പേടിച്ചിട്ട് ഓഫാക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെയാണ്, എൻ്റെ വീഡിയോസിനെല്ലാം സ്റ്റാൻഡേർഡാണ്, എൻ്റെ വീഡിയോസിനൊന്നും നെഗറ്റീവ് കമൻറ്റ് വരത്തില്ലെന്ന് പറയുന്നത് വേറെ നട്ടലില്ലായ്മയും കഴിവില്ലായ്മയാണ്. കമൻറ്റ് നെഗറ്റീവ് കൊടുക്കുന്നത്. ദീപ്തിയെ 1 വർഷം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക, പക്ഷേ ഇപ്പോൾ 1 മാസം കൊണ്ടാണ് കമൻറ്റ് അയച്ചത് നെഗറ്റീവ് കമൻ്റ് ആണ്. ഇവരുടെ വീഡിയോ നിലവാരമില്ലാത്തതാ. എന്നാൽ നീ എൻ്റെ ചാനൽ കയറി ഒന്ന് കാണടി. എൻ്റെ വീഡിയോ എല്ലാം നല്ല സ്റ്റാൻഡേർഡ്.
സ്റ്റാൻഡേർഡുള്ള അന്തസ്സുള്ള സൂപ്പർ വീഡിയോകൾ, സൂപ്പർ വിഷയങ്ങൾ, നല്ല വെറൈറ്റി അവതരണം, നല്ല അന്തസ്സായ പെരുമാറ്റമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് വേണം കൊള്ളുമോ കൊള്ളത്തിലോ എന്ന് പറയാൻ. കൊള്ളുമോ കൊള്ളത്തിലോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചേച്ചി കമൻറ്റ് ബോക്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ കൊള്ളുവോ കൊള്ളത്തിലോ എന്നുള്ളത് പറയാൻ പറ്റും. ദൈവമേ വാങ്ങി വിളിക്കുന്നത്, ഞാൻ സാധാരണ വാങ്ങി വിളിക്കുന്ന സമയത്ത് ഞാൻ സൈലൻ്റ് ആവാറാണ് പതിവ്. എവിടെ ആയിരുന്നാലും എൻ്റെ കൂടെ കൂട്ടുകാരുണ്ടെങ്കിൽ പോലും ഞാനാണെങ്കിൽ സൈലൻ്റായി നിൽക്കും. അപ്പം ഇപ്പോൾ വാങ്ങി വിളിക്കുന്നു. പക്ഷെ നമുക്ക് ഈ വിഷയം അങ്ങ് എന്തായാലും പറഞ്ഞ് തീർക്കാം, അതുകൊണ്ട് പറയുകയാണ്. അപ്പം ഇതാണ് ഈ ചേച്ചിയിട്ട കമൻറ്റ്, സാത്താനിട്ട കമൻറ്റ്. അപ്പം ഞാൻ ഈ കമൻറ്റ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ദീപ്തിക്ക് മാത്രമാണ് ഇവർ കമൻറ്റ് ഇട്ടത്. ഈ ദീപ്തിക്ക് മാത്രമല്ല, ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ നാട്ടിലുള്ള ഒട്ടുമിക്ക യൂട്യൂബ് ചാനലുകൾക്കും കമൻറ്റ് ഇട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിട്ടേക്കുന്ന എല്ലാം പുറത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് ഇട്ടേക്കുന്നത് മൊത്തം. നമ്മൾ പുറത്ത് നമുക്കാണെങ്കിൽ ഈ കമൻറ്റുകൾ വായിക്കാൻ പറ്റില്ല. നേരത്തെ തന്നെ ഞാൻ പല ഭാഗങ്ങളും വായിച്ചില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇത് എൻ്റെ വീട്ടുകാർ കാണുന്നതാണ്. എൻ്റെ അമ്മ ഈ വീഡിയോ കാണാറുണ്ട്, എൻ്റെ അമ്മായിയമ്മ ഈ വീഡിയോ കാണാറുണ്ട്. വായിക്കാൻ അറിയാവുന്നവരാണ്. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ കാണാറുണ്ട്, ഫ്രണ്ട്സ് കാണാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ ഭാര്യമാർ കാണാറുണ്ട്, സിസ്റ്റേഴ്സ് കാണാറുണ്ട്. അത്യാവശ്യം എല്ലാവരും കാണാറുള്ളതാണ് ഞങ്ങളുടെ വീഡിയോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നത് എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് എനിക്കൊരിക്കലും അവരിട്ട കമൻറ്റുകൾ വായിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും നല്ല നിലവാരമുള്ള കമൻറ്റുകളാണ്. അമ്മാതിരി കമൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ മുഴുവൻ കമൻറ്റും അവരിട്ടത് വായിക്കാത്തത്. ഒരിക്കലും വായിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പല കമൻറ്റ് ബോക്സുകളിലും പോയി റാണി പി സദാശിവൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റാൻഡേർഡുള്ള ഈ സ്ത്രീയുടെ കമൻറ്റുകൾ എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉള്ളതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് മാത്രമല്ല കേട്ടോ, എൻ്റെ ഭാര്യയെ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടത്തില്ല. അന്ന് നമ്മൾ കുഞ്ഞിൻ്റെ സർജറി കാര്യങ്ങളും പറഞ്ഞ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ ഡോറയും കൂടെ ഒന്ന് കരഞ്ഞിട്ട് ഞങ്ങൾ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വിഷമമാണ്. ഒരു കുഞ്ഞിന് ഒരു മൂക്കിപ്പനി വന്നാൽ പോലും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് അത് ഭയങ്കര വിഷമമായിരിക്കും. പ്രത്യേകിച്ചും ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമമായിരിക്കും, ഭയങ്കര സങ്കടമായിരിക്കും. അപ്പം ഞങ്ങളുടെ കുഞ്ഞിന് 2 ഹോളുണ്ട്, കുഞ്ഞിനാണെങ്കിൽ ശ്വാസമുട്ടുണ്ട്, ബ്ലഡ് മിക്സ് ആവുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് അറിയുന്ന സമയത്ത് അപ്പം ഞങ്ങൾ എത്രത്തോളം സങ്കടത്തിലും വിഷമത്തിലായിരിക്കും ഇരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ സമയത്താണ് എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ചികിത്സിച്ചാലും കിട്ടത്തില്ല എന്ന് ഈ സ്ത്രീ പറഞ്ഞത്. എൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് ഫോണിൻ്റെ ഇതെല്ലാം പോയി. ഞാൻ ഡിസ്പ്ലേ ശരിയാക്കാൻ കൊണ്ട് കൊടുത്തു. പക്ഷേ ആ ഫോൺ പഴയ ഫോണാണ്, 2018 ഞാൻ മേടിച്ച ഫോണാണ്. ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചു, ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലാന്ന് കടയിൽ നിന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്കത് ശരിയാക്കാൻ പറ്റാഞ്ഞത്. ഡിസ്പ്ലേ മാറ്റിയാലും ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കൊല്ലത്തെ പഴക്കമുള്ളതുകൊണ്ട് ഫോണിൻ്റെ എല്ലാം പോയെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഫോണിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ കമൻറ്റും നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിച്ചേനെ. എൻ്റെ കുഞ്ഞിന് ആ ഒരു സമയത്ത്, അതായത് നമ്മൾ അത്രയും വിഷമത്തോടെ വന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അവർ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടത്തില്ല, ഞങ്ങൾക്ക് കിട്ടത്തില്ലെന്ന്. അപ്പം ഈ പറഞ്ഞ ഈ സ്ത്രീയുടെ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ദീപ്തിക്ക് മാത്രമല്ല, ഇവർ ഒരുപാട് പേർക്ക് കമൻറ്റ് ഇട്ടുണ്ട്. ധൈര്യമുള്ളവർ മുന്നോട്ട് വന്നിട്ട് ഈ സ്ത്രീ ഇട്ടേക്കുന്ന കമൻറ്റ് എന്താണോ ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് അത് പറയണം നമ്മൾ. കാരണം വെച്ചാൽ ഇപ്പം ദീപ്തിക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പം എല്ലാവരും ആണെങ്കിൽ ദീപ്തിയാണ് ഫോക്കസ് ചെയ്ത് നോക്കുന്നത്, ദീപ്തി അടുത്താണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പം എല്ലാവരും ചിന്ത വെച്ചാൽ ദീപ്തിയോട് എന്തോ പ്രശ്നം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഇവർ ഈ പറയുന്ന ഉണക്ക് VR ലവില്ല. ഞങ്ങൾക്ക് VR ലവിനെ പേഴ്സണലായിട്ട് അറിയത്തില്ല. മോനൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു VR ലവിൽ നിന്ന്. അതുപോലെ തന്നെ ഇവള് തൊടുപുഴക്കാരിയാണല്ലോ, അപ്പം അതുകൊണ്ട് ഇവള് പണ്ട് തൊട്ടേ ഈ VR ലവിൻ്റെ വീഡിയോസ് ഇവള് കണ്ടുവരുന്നതാണ്. പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇവർക്ക് കോൺടാക്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഡെലിവറി സമയത്ത് നമ്മൾ ഈ മദർ പാക്കറ്റ് വരുന്ന പാക്കിങ് അന്ന് സാധനങ്ങൾ പാക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് അപ്പൊ ആ സമയത്താണ് നമ്മൾ പോസ്റ്റ് ഇട്ട സമയത്ത് ഈ മെറ്റേണിറ്റി കിറ്റ്. അപ്പൊ ആ സമയത്താണെങ്കിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത സമയത്ത് ഈ VR ലെവലിലെ അമ്മൂന്നില്ലേ പേര്, പിന്നെ കുഞ്ചൂസ്, അപ്പൊ ആ പുള്ളിക്കാരി വന്നിട്ട് ഡോറേനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലാണ് നമ്മൾ സാധനം മേടിച്ചത്. അപ്പോൾ ആ ഒരു ഇത് മാത്രം നമുക്ക് അവരുമായിട്ടുള്ള, അല്ലാണ്ട് പേഴ്സണലായിട്ട് അവരെ നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ദീപ്തി എന്ന് പറയുന്ന ലേഡിയെയും നമുക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല. നമുക്ക് അതിലും കൂടുതൽ ഇച്ചിരി കോൺടാക്റ്റും ഇടയ്ക്ക് ഗിഫ്റ്റ് അയച്ച സമയത്തൊക്കെ വിളിച്ചിട്ടുള്ള തമ്മിലുള്ളൂ, അല്ല ദീപ്തി ചേച്ചിയായിട്ട് നമുക്ക് അധികം കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് ആകെ ഇവരെ ജസ്റ്റ് ഈ സാധനം മേടിക്കുന്ന സമയത്തുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഈ മെറ്റർണിറ്റിയുടെ സാധനങ്ങൾ മേടിച്ച സമയത്തുള്ള ഒരു പരിചയമുള്ളൂ. പിന്നെ ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നു. നമ്മുടെ മോനാണെങ്കിൽ 6 മാസമായപ്പോഴാണ് അയച്ചു തന്നത്.
6 മാസമായപ്പോഴും നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ട്. അപ്പം നമ്മളത് വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കല്ലാണ്ട് ഇവരെ പരിചയമൊന്നുമില്ല. അപ്പം ഈ ലേഡി പറയുന്നത് വെച്ചാൽ അവർ VR ലെവൽ അവരും ഈ ദീപ്തിയും കൂടെ ചേർന്നിട്ട് ഇവരെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഈ കമൻറ്റുകൾ നിങ്ങൾ വായിച്ചതിന് ശേഷം പറയുക, ഇത് എന്താ പറയുന്നത്, അവരെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്നുള്ളത് നിങ്ങൾ ഈ കമൻറ്റുകൾ, ഞാനിപ്പോൾ വായിച്ച കമൻറ്റുകൾ നിങ്ങൾ കേട്ടാണ്, അത് നോക്കിയിട്ട് പറയാം. ഞാനിതിപ്പോൾ പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇവർ ശിക്ഷിക്കപ്പെടണം. ഇവർ പറയുന്നത് കമൻറ്റ് ഇടണം, അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമൻറ്റ് ഇടണം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തണം. അതിന് പകരമായിട്ട് ഒരു സ്ത്രീ മോശപ്പെട്ട രീതിയിൽ നടക്കുന്നതാണ്, ഒരു സ്ത്രീ മോശപ്പെട്ട രീതിയിൽ നടന്നിട്ടാണ് കുഞ്ഞിനുണ്ടാക്കിയത്. ഡോറയുടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അന്ന് ഡോറയാണെങ്കിൽ വയ്യ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് ഡോറയെടുത്ത് ഇട്ട കമൻറ്റാണ്, കിടന്നു കൊടുക്കാൻ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പോഴാണ് നിനക്ക് ഇതൊക്കെ തോന്നിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്ത്രീയുടെ നിലവാരവും ഈ സ്ത്രീയുടെ സ്റ്റാൻഡേർഡും ഈ സ്ത്രീയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ത്രീ സത്യത്തിൽ ശിക്ഷിക്കപ്പെടണം. ഇതിപ്പം ദീപ്തി നിയമപരമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരും. കാരണം വെച്ചാൽ ഞങ്ങൾക്കും അവർ കാരണം ഒരുപാടധികം വിഷമ സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം വിട്ട് കളഞ്ഞാണ്. പക്ഷെ അത് വിട്ട് കളഞ്ഞപ്പം അത് വേറൊരാൾക്ക് അതിനേക്കാളും വലിയ എഫക്റ്റ് ചെയ്തു. അതായത് ഞങ്ങളിത് നിസ്സാരമായിട്ട് കണ്ട് വിട്ടപ്പോഴത്തേക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് മാറി. നാളൊരു സമയത്ത് ഇവർ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇവർ ഇതിനേക്കാളും മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇനി ആൾക്കാർക്ക് ഇടും. എന്നിട്ട് ഇവർ ഇത് തന്നെ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഇനി ഇവരിത് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവരുത് ഇവർക്ക്. ഇനി ഇത് പറയാൻ, ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇവർ ചിന്തിക്കണം, ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഇവർക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകാം. കാരണം എന്ന് വെച്ചാൽ ഇമ്മാതിരിയുള്ള ആൾക്കാർ, ഇമ്മാതിരി തന്തയില്ലാത്തരം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അത് നിയമത്തിന് മുൻപിൽ വരണം, സമൂഹത്തിന് മുൻപിൽ വരണം. അവരെ മനസ്സിലാക്കണം ആൾക്കാർ. ഇവരെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഇവരെ വീട്ടുകാർ തന്നെ മനസ്സിലാക്കി അവരെ നിയന്ത്രിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്ത്രീക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, നല്ല കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും മോശമാണ്, ഇവർ മാത്രം നല്ലതെന്ന് പറഞ്ഞ് ഇവരൊരിക്കലും നടക്കില്ല. ഒരു സ്ത്രീയും ഒരിക്കലും മോശമാണ് എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ വൈഫിനെ പറഞ്ഞു, ദീപ്തിയെ പറഞ്ഞു, അതുപോലെ തന്നെ മറ്റേ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആക്ടറിൽ പുള്ളിക്കാരൻ്റെ ഭാര്യ, മറ്റേ ആ കൊച്ചിൻ്റെ പേരെന്തായിരുന്നു, ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ, ഈ ഇടയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞില്ലായിരുന്നു ആ കൊച്ചിൻ്റെ, ശ്രീയോ ഇതില്ലേ കൃഷ്ണകുമാർ ആക്ടർ, വിദ്യ എന്നാണോ ഇപ്പൊ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിയ. ആ കുട്ടിയുടെ വീഡിയോയ്ക്ക് പോയിട്ട് ആ കുട്ടിയെ പറഞ്ഞ വാക്കുകൾ പുറത്തു പറയാൻ പറ്റില്ല. ആ വാക്കുകൾ, അതായത് പിന്നെന്താ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും കേട്ടോ. കാരണം അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ആ കുട്ടിയെ പറഞ്ഞതാണ്, ആ കുട്ടി ആ രീതി നടക്കുന്ന സ്ത്രീയാണ്, ആ കുട്ടി അങ്ങനത്തെയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മോ എന്നാ കമൻ്റ് ആയിരുന്നു എന്നറിയാവോ. അതുപോലെ തന്നെ വേറെ ഒരുപാട് പേർക്ക് ഈ രീതിയിൽ തന്നെയാണ് ഇവർ കമൻ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്റ്റാൻഡേർഡും ഇവരുടെ നിലവാരവും നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇപ്പം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ റാണി പി സദാശിവൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ മോശമായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ വരിക, സമൂഹത്തിന് മുൻപിലേക്ക് വന്നിട്ട് പറയുക, ഇവരിങ്ങനെ പറഞ്ഞു ചെയ്തു എന്നുള്ളത് പറയുക. ലോകം ഇവരെ തിരിച്ചറിയണം, നാട്ടുകാർ ഇവരെ തിരിച്ചറിയണം, ഇവരുടെ സ്വഭാവം എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ അവർ കണ്ടിട്ട് ഇനി ഞങ്ങൾക്കൊന്ന് നെഗറ്റീവ് ഇട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഈ സ്ത്രീയുടെ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല മെയിനായിട്ട് ഞാൻ പറയുന്നത്, ഇവർ ഇതുപോലെ ആർക്കെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ദീപ്തിയുടെ കൂടെ ഉണ്ടാവും. അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ഞങ്ങളും ചെയ്തു കൊടുക്കും. വേണമെങ്കിൽ ഇതാണ് ഇവർക്ക് സ്ഥിരം പണിയെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാവരും ഇത്തരത്തിലുള്ള ആൾക്കാർ, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ ഒഴിവാക്കി നിർത്തുക. ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ അവർ ചെയ്യുന്ന തെറ്റ് എന്താണെന്നുള്ളത്. നാളെ സമയത്ത് വേറൊരു കുടുംബം ഇതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും.